മലയാള സിനിമയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. മലയാളികളുടെ പ്രിയതാരം ബിജു മേനോനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികളിൽ താരം സഹകരിക്കുന്നില്ലെന്നും ഇത് നിർമ്മാതാക്കൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കുന്നു എന്നുമാണ് പ്രധാന ആരോപണം. കൊച്ചിയിൽ നടന്ന ഫെഫ്കയുടെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും സംയുക്ത യോഗത്തിലാണ് ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. സിനിമാ കരാറിൽ ഒപ്പിടുമ്പോൾ പ്രമോഷൻ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുന്ന താരങ്ങൾ പിന്നീട് അതിൽ നിന്നും പിൻവാങ്ങുന്നത് പതിവാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിജു മേനോൻ്റെ പേര് എടുത്തു പറഞ്ഞായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ വിമർശനം. ബിജു മേനോൻ പ്രമോഷന് എത്താത്തത് കാരണം ഒരു നിർമ്മാതാവിന് 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി അദ്ദേഹം വെളിപ്പെടുത്തി. ചാനലുകളിൽ നിന്നുള്ള സാറ്റലൈറ്റ് തുകയുമായി ബന്ധപ്പെട്ടാണ് ഈ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വലതുവശത്തെ കളർ എന്ന സിനിമയുടെ പ്രൊമോഷനിലും ബിജു മേനോൻ സഹകരിച്ചില്ലെന്ന് ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നു. ജിത്തു ജോസഫിനെ പോലെ ഒരു വലിയ സംവിധായകൻ്റെ സിനിമയായിട്ടും താരം വിട്ടുനിന്നത് ശരിയായില്ലെന്നാണ് സംഘടനയുടെ നിലപാട്. പ്രതിഫലം വാങ്ങുന്ന കാര്യത്തിൽ കാണിക്കുന്ന കൃത്യനിഷ്ഠയുടെ 10% കരാറിലെ ഇത്തരം കാര്യങ്ങൾ കൂടി കാണിക്കണം എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ തുറന്നടിച്ചത്. നിലവിൽ നിർമ്മാതാവ് അനൂപ് കണ്ണൻ ഈ വിഷയത്തിൽ താരത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിവാദത്തിന് പുറമെ മലയാള സിനിമയിലെ ജോലി സമയം 16 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായി കുറയ്ക്കാനും സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. താരങ്ങൾ സെറ്റിൽ വൈകിയെത്തുന്നത് ഷൂട്ടിംഗ് നീണ്ടുപോകുവാനും ബജറ്റ് വർദ്ധിക്കുവാനും കാരണമാകുന്നുണ്ടെന്നും ഫെഫ്ക ചൂണ്ടിക്കാട്ടി. 1 ലക്ഷത്തിന് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന എല്ലാവരും പുതിയ കരാറിൻ്റെ ഭാഗമാകണമെന്നും ഷൂട്ടിംഗ് കൃത്യസമയത്ത് തീർക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബിജു മേനോനെ പോലെ ഏറെ ആരാധകരുള്ള ഒരു താരം ഇത്തരം വിവാദങ്ങളിൽ പെടുമ്പോൾ അത് സിനിമാ ലോകത്ത് വലിയ ചലനങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളോട് താരം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. സിനിമയുടെ വിജയം കേവലം സ്ക്രീനിലെ പ്രകടനം മാത്രമല്ല, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം കൂടിയാണെന്ന ചർച്ചകൾ ഇത് വഴിമരുന്നിട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബിജു മേനോൻ്റെ മറുപടി എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ തുടർന്നു വരുന്ന 16 മണിക്കൂർ ജോലി സമയം ഇന്ന് 12 മണിക്കൂറായി വെട്ടിക്കുറച്ചതും ചരിത്രമാണ്. ഫെഫ്കയും നിർമ്മാതാക്കളുടെ സംഘടനയും നടത്തിയ ചർച്ചയിലാണ് ഈ ചരിത്രപരമായ തീരുമാനം എടുത്തത്. ഉച്ചഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും ശേഷം 1 മണിക്കൂർ വീതം വിശ്രമം നിർബന്ധമാക്കിയിട്ടുമുണ്ട്. ഇത് അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും വലിയ ആശ്വാസമാകും. ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം കുറയ്ക്കുവാൻ ഈ തീരുമാനം സഹായിക്കുമെന്ന് സംഘടനകൾ അറിയിച്ചു. മലയാള സിനിമയിലെ അച്ചടക്കവും തൊഴിലാളി ക്ഷേമവും മുൻനിർത്തിയുള്ള വലിയ മാറ്റങ്ങൾക്കാണ് ഇന്ന് തുടക്കമിട്ടിരിക്കുന്നത്. പിന്നെ പ്രമോഷൻ രംഗത്തെ താരങ്ങളുടെ നിസ്സഹകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തേക്കാം.